ഈ ചടങ്ങിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആദരണീയായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി അവർക്ക് സസ്നേഹം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ചു. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാനാശുതന്വന്തരേ ഹരേ. മാന്യരെ, മഹതികളെ, നിങ്ങളേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാൻ സാധിച്ചത്. ജേക്കബ് വടക്കാഞ്ചേരിയും അദ്ദേഹത്തിൻ്റെ ടീം എല്ലാവരും പേര് പറയാൻ എനിക്ക് തലേ നിൽക്കില്ല, അതാണ് വിഷമം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രകൃതിയിലൂടെ ആരോഗ്യം, ആഹാരത്തിലൂടെ ആരോഗ്യം, അതിൻ്റെ ഒരു വലിയ ഒരു സംരംഭം ഓരോ ഡിസ്ട്രിക്റ്റിലും നടത്തി കൊണ്ടുവരികയാണ്. 25ാമത്തെ വർഷം വലിയൊരു സംഭവം തന്നെയാണ്. യാത്ര നടത്തുകയാണ്. നമുക്കറിയാം, ഭാരതത്തിൽ വളരെ വളരെ മൾട്ടിറ്റ്യൂഡിനസ് ആയിട്ടുള്ള, എല്ലാം മൾട്ടിറ്റ്യൂഡിനസ്സാണ്. വിശ്വാസങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും ജീവിത രീതിയാണെങ്കിലും ആരോഗ്യം എല്ലാം മൾട്ടിറ്റ്യൂഡിനസ്സാണ്. ഒന്ന് മാത്രമായിട്ട് നിൽക്കുന്നില്ല. ഒരുപാട് ശാഖകളും ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അതുപോലെ തന്നെയാണ് ആരോഗ്യരംഗത്ത്. ഒരു ഭിത്തിചിത്രം എത്ര മനോഹരമാണെങ്കിലും ഭിത്തിയില്ലെങ്കിൽ ഭിത്തിചിത്രവുമില്ല. അതുപോലെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണല്ലോ പറയുന്നത്. ശരീരമുണ്ടെങ്കിൽ വേറെ, അല്ലെങ്കിൽ ശരീരമുണ്ട്, കുറെ കൂടെ കഷ്ടം, ശരീരമുണ്ട് ആരോഗ്യമില്ല എന്ന് വന്നാൽ എല്ലാം ഉണ്ട് നമുക്ക്, പക്ഷെ ആരോഗ്യമില്ല. സ്വർണ്ണത്തട്ടത്തിൽ ആഹാരം കൊണ്ട് വെച്ചാൽ അത് കഴിക്കാൻ വയ്യ. എന്ത് ഫലം സ്വർണ്ണത്തട്ടം കൊണ്ട്? അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ, ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് സായിപ്പ് പറഞ്ഞ എന്ത് സത്യമാണ്. അതില്ല എന്ന് വെച്ചാൽ ഒന്നുമില്ല. വളരെ വളരെ കഷ്ടം. നമ്മൾ പ്രായമായി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ കൂടി വരും. പണ്ടൊക്കെ 30 വയസ്സ് വരെ മെറ്റബോളിസത്തിൽ ആനബോളിസമാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ കാറ്റബോളിസം തുടങ്ങുന്നു, താഴോട്ടുള്ള സ്ലിപ്പിംഗ് അപ്പ് തുടങ്ങുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ പഞ്ചരത്ന ആശുപത്രികൾ ധാരാളം. തിരുവനന്തപുരത്ത് തന്നെ ഓരോ മുക്കിലും മൂലയിലും ആശുപത്രികളാണ്. അപ്പോൾ അങ്ങനെ ആശുപത്രി ടൗൺ ആണ് ഇന്നിപ്പം. അനവധി ആശുപത്രികൾ, പലതിൻ്റെ വെളിയിൽ വലിയ ബോർഡുകൾ കാണാം. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് സുഖക്കേട് വരുന്ന ഒരു നല്ല കാര്യമാണെന്ന് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത് ഓരോ ഇതും. ഇത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ വേ, അല്ലെ സച്ച് എ വണ്ടർഫുൾ വേ ടു ഹെൽത്ത്, കം ആൻഡ് ബി ഓപ്പറേറ്റഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ മാതിരിയുള്ള അഡ്വർടൈസ്മെൻറ്റ്സും അതിൻ്റെ കൂടെ. പക്ഷെ അത് വരുമ്പോൾ തീർച്ചയായിട്ടും പലതിലും ഫലമുണ്ട്, ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റുകയില്ല. പക്ഷേ ഈ വലിയ ആശുപത്രികളിൽ എത്ര പേർക്ക് സുഖമായിട്ട് ചികിത്സ സാധിക്കുമെന്നുള്ള സംശയമാണ്. അത്ര വളരെ 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 എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് മാത്രമല്ല, ടെസ്റ്റുകൾ, ടെസ്റ്റ് ഈ ടെസ്റ്റൊക്കെ ആവശ്യമുണ്ടോ? അതെല്ലാം നമ്മുടെ ബില്ലിലേക്ക് കൂടുകയാണ്. 1-2 ദിവസം രക്തം എടുക്കണോ, രാവിലെയും പകലും രക്തം എടുക്കണോ, അല്ലെങ്കിൽ ഇത് വേണോ അത് വേണോ, ആ രീതിയിലാണ്. വെല്ലൂരിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചിത്ര തിരുനാൾ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഒരാവശ്യത്തിന് വയറിൻ്റെ ഇതാണ്, അതിനുവേണ്ടി ചെക്ക് ചെയ്യണമെന്ന് ഇവിടുത്തെ ഡോക്ടർമാരുടെ നിർബന്ധത്തിൽ, അദ്ദേഹത്തിന് ഒട്ടും ഉത്സാഹമില്ലായിരുന്നു പോകാനായിട്ട്. ഇവിടെ മതി എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് 1964 വെല്ലൂരിൽ അദ്ദേഹം പോയി. അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നും ടെസ്റ്റിൻ്റെ കൊണ്ട് അങ്ങനെ ഒടുക്കം തിരുമനസ് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഡോക്ടറെ എത്ര രൂപ ആണെങ്കിലും ഞാൻ തന്നേക്കാം, ഇനി എന്നെ കുത്തണ്ട, ഇങ്ങനെ ദിവസവും കുത്തണ്ട, ബില്ലിലേക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ചേർത്തോടുക,
ഞാൻ എത്രയെന്ന് വെച്ചാൽ തന്നേക്കാം, എന്നിട്ട് എന്നെ അങ്ങ് വിട്ടേക്കാം, എനിക്ക് ചികിത്സ മതിയായി, വളരെ സന്തോഷം, എന്നെ പോകാൻ സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ രീതിയിലാണ് ടെസ്റ്റിങ്. എത്ര പേർക്ക് ഈ വളരെ വളരെ ഹൈ ആണ് റേറ്റുകൾ, വളരെ വളരെ ഹൈ. അതങ്ങനെ ആലോപ്പതി മാത്രമല്ല, ആയുർവേദം നോക്കിയാലും എക്സ്പെൻസീവാണ്. കഷായങ്ങളാണെങ്കിലും ഗുളികളാണെങ്കിലും ചികിത്സകളാണ്, ആയുർവേദവും എക്സ്പെൻസീവാണ്, വളരെ എക്സ്പെൻസീവ്. ഹോമിയോപ്പതി ഇന്ന് എക്സ്പെൻസീവായിട്ട് വരുന്നു. അപ്പോൾ എല്ലാ ചികിത്സാ രീതികളും ഇന്ന് എക്സ്പെൻസീവായിട്ട് വരികയാണ് വളരെ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു ഉപാധി ഒക്കുന്നിടത്തോളം അസുഖം വരാതിരിക്കുക. മിക്കവാറും എല്ലാ സിസ്റ്റംസും സമ്മതിക്കുന്നുണ്ട് ഈ ആരോഗ്യമില്ലായ്മയുടെ ഒരു വലിയ ബിന്ദു വയറാണെന്ന്. ഉദരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് മിക്കവാറും പല സ്ഥലങ്ങളിലും പല രീതിയിലും രോഗങ്ങൾ വരുന്നതെന്ന് പൊതുവെ ഒരു അഭിപ്രായം മെഡിക്കൽ ഫീൽഡിൽ ഉണ്ട്. ട്രീറ്റ് ദ സ്റ്റമക്ക്. അതേസമയം നാച്ചുറോപ്പതി, ആക്യുപങ്ക്ചറുകാർ ചെവിയിൽ മാത്രം ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ ചെവി എടുക്കുകയാണെങ്കിൽ ഗർഭത്തിൽ കിടക്കുന്ന ഫീറ്റസിനെ പോലെയാണ്, ഗർഭസ്ഥ ശിശുവിൻ്റെ പോലെയാണ് ഈ ചെവി. അപ്പോൾ ചെവിയുടെ ഓരോ സ്ഥലത്ത് കുത്തുമ്പോഴും ആ ദേഹത്തിൻ്റെ ഓരോ ഭാഗത്ത് കുത്തുന്ന പോലെയാണ്. അങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് പണ്ട് തന്നെ ഇപ്പോഴും ഉണ്ട്, പലപ്പോഴും പല സൂക്കേട് വരുമ്പോൾ കാതിൻ്റെ ഓരോ സ്ഥലത്ത് കുത്തുക. അത് ഇത് വെച്ചുകൊണ്ടായിരുന്നിരിക്കണം, നമുക്കിന്ന് അറിയാൻ വയ്യ. പക്ഷെ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമുണ്ട്, പലമാതിരി ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമുണ്ട്. എല്ലാം നല്ലത് തന്നെ ആയിരിക്കാം, ഇല്ലെന്ന് പറയാൻ ഒക്കില്ല. പക്ഷേ ആഹാരത്തിലൂടെ ഒക്കുന്നിടത്തോളം രീതിയിൽ ശുദ്ധമായ വൃത്തിയുള്ള ആഹാരം കഴിച്ച് അതിലൂടെ ആരോഗ്യം രക്ഷിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ നിങ്ങളുടെ സംഘടനകൾ തന്നെ അതിൽ വളരെയധികം ശ്രദ്ധ പതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ക്യാൻറ്റീൻസുണ്ട്, നിങ്ങളുടെ സ്വന്തം വളരെ സ്വാദിഷ്ടമായ മെനൂസുണ്ട്. ഞാൻ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൊട്ടാരത്തിൽ അവർ കൊടുത്തയച്ചു. പിന്നെ പറയുന്ന പോലെ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂലായിരിക്കും ചിലപ്പോൾ. ഒരു ഹോൾ സീരീസാണ്, 10-24 സാധനം ഉണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷെ വളരെ ശുദ്ധമായിട്ട് പ്യുവർ വെജിറ്റേറിയനാണ്. അത് വേറൊരു വലിയ കാര്യമാണ്. എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും ഇപ്പം നോൺ വെജിറ്റേറിയൻ നല്ലതോ മോശമോ എന്നുള്ള ഒരു കാര്യമല്ല. ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ്. ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല, ഞങ്ങളുടെ സമുദായം, അത് കഴിക്കുന്നവർ കാണുമില്ലെന്നല്ല, പക്ഷെ സമുദായം വെജിറ്റേറിയനാണ്, ക്ഷത്രിയ സമുദായം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ മാംസവും മത്സ്യവും കോഴി ഇതൊക്കെ ഇതെല്ലാം എടുത്ത് അതിനെ വെച്ച് കഴിക്കുമ്പോൾ ഇതിൽ തന്നെ എത്ര മാറ്റങ്ങൾ വരും. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ ജീവൻ പോകുമ്പോൾ അതിനെ കൊല്ലുകയാണല്ലോ. അത് നോർമലായിട്ട് മരിക്കുകയല്ല, അതിനെ കൊല്ലുകയാണല്ലോ. കൊല്ലുമ്പോൾ അതിൻ്റെ ആ താപം, ആ ജീവൻ പോകുമ്പോൾ ആ താപം ഒരു ശാപമായിട്ട് മാറുകയില്ലയോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ജീവൻ പോകുന്ന സമയമാണ് അതിൻ്റെ ആ ഒരു വെപ്രാളം, അത് ഈ കഴിക്കുന്നവർക്കൊരു ശാപമായിട്ട് മാറില്ലയോ എന്ന് ചിലപ്പോൾ തോന്നുന്നുണ്ട്. ഏതായാലും അതെങ്ങനെയാണെങ്കിലും അതൊക്കെ അവരവരുടെ ഇഷ്ടം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം വെജിറ്റേറിയൻ ഫുഡാണ്. പിന്നെ എനിക്ക് പ്രത്യേകം ഇഷ്ടമുള്ളൊരു കാര്യം, ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ അതുമില്ല. അത് താമസിക ഗുണം എന്നൊക്കെ ഗീതയിൽ പറയും, ഉള്ളി വെളുത്തുള്ളിയൊക്കെ താമസിക ഗുണമായിട്ടാണ് പറയുന്നത്. അതുമില്ല. അതൊന്നുമില്ലാതെ പ്രകൃതിയിൽ നിന്നും കണ്ടുപിടിച്ച ദേഹത്തിന് ഏതാണ് ഏറ്റവും നല്ലത്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഏതാണ്, അത് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ചികിത്സയല്ല, പ്രിവെൻഷൻ. സുഖക്കേട് വരാതിരിക്കാനായിട്ട് നോക്കുക. സുഖക്കേട് വന്ന് മാറ്റുകയല്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് ആയുർവേദത്തിലും അത് തന്നെയാണ്. ആലോപ്പതി നോക്കുകയാണെങ്കിൽ, ഒരു ചെടി എടുക്കുകയാണെങ്കിൽ ആലോപ്പതി ചെയ്യുന്നത് മിക്കവാറും അതിൻ്റെ പൂക്കളും അതിൻ്റെ പഴങ്ങളുമൊക്കെ നോക്കുകയാണ്, അതിനെ ചികിത്സിക്കുകയാണ്. അത് സിംറ്റംസാണ്. ചെടി നോക്കി വെച്ച് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ആലോപ്പതി. ആയുർവേദം അങ്ങനെയല്ല, ബേസിക്കാണ്. അത് ചികിത്സിക്കുന്ന വേരിനെയാണ്, ആക്ച്വൽ റൂട്ടിനാണ് ആയുർവേദം, ബേസിക് ചികിത്സയാണ്. മറ്റേത് സിംറ്റമാറ്റിക്. അപ്പം അങ്ങനെയെല്ലാം വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരാനായിട്ട് സാധ്യതയുമുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ നാച്ചുറോപ്പതിയും ഇതൊക്കെ വരുമ്പോഴത്തേക്കും വളരെ വളരെ ശ്രദ്ധിച്ചാണ്
ആയുർവേദത്തിൽ പറയുന്നത് എന്താണ്? ചെളിയിൽ ചവിട്ടി കാല് കഴുകുന്നതിനെക്കാട്ടിലും ഭേദം ചെളിയിൽ ചവിട്ടാതിരിക്കുക. അതുതന്നെയാണ് നിങ്ങളും വിശ്വസിക്കുന്നത്. നമ്മളൊരു സോക്കേട് മാറ്റാൻ നോക്കുകയല്ല, സോക്കേട് വരാതിരിക്കാൻ നോക്കുക. ആ സോക്കേട് വരാതിരിക്കാൻ പ്രിവെൻഷൻ ആണ്, അത് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമുക്കറിയാം, ഞങ്ങൾ കവടിയാറിലാണ് താമസിക്കുന്നത്. കവടിയാറിൻ്റെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറവങ്കോണം ആ ഒരു ജംഗ്ഷൻ, 1-2 മരപ്പാലം ജംഗ്ഷൻ വരെ ഓൾമോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്റ്റോറൻറ്റ്സും ഈറ്ററീസുമാണ്. പലതും റോഡിൽ വെച്ച് വിൽക്കുകയാണ്. ചില വല്ലാത്ത പേരുകളൊക്കെ ഉള്ള ഇറാനിയൻ ഫുഡ്, കുഴിമന്തി, അത് കേട്ടാൽ തന്നെ നമുക്ക് വിഷമം. കുഴിമന്തി ഇങ്ങനെയൊക്കെ തുറന്ന് എത്രയോ, പിന്നെ അത് റോഡിൽ തന്നെ വണ്ടികൾ വന്ന് വെച്ച് വിൽക്കുന്നുണ്ട്. ഇതൊക്കെ എത്രമാത്രം വൃത്തിയായിരിക്കും ശരിക്കും നോക്കുകയാണെങ്കിൽ, എത്ര വൃത്തി കാണും ഇതിനൊക്കെ. പിന്നെ അവർ തന്നെയാണ് നമുക്ക് തട്ടമൊക്കെ ഡിസ്പോസിബിൾ ആണെങ്കിൽ പിന്നെയും പോട്ടെ, അല്ലെങ്കിൽ ഇത് ഒരു ബക്കറ്റിൽ വെള്ളമിട്ട് അതിൽ തന്നെ ഇങ്ങനെ മുക്കിയാണ്. അപ്പോൾ എത്ര വൃത്തിയാവും, ഹോറബിൾ അല്ലേ? അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ആ ഒരു സ്ട്രെച്ച് മുഴുവനും ഇപ്പോൾ ഫുഡ് വേൾഡിൻ്റെ ഒരു പ്രതീതിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ആളുകൾക്ക് ഇഷ്ടം. പിന്നെ ഇപ്പോൾ വേറൊരു വേലയുണ്ട്, നമുക്ക് നമ്മുടെ ഭവനത്തിൽ പാചകം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ, ഏതൊരു കുഞ്ഞിൻ്റെ ഒക്കെ ചോദിച്ച പോലെ, കുഞ്ഞിന് ആഹാരം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ സൊമാറ്റോ. പിന്നെ വേറൊന്നുണ്ടല്ലോ അതുപോലെ, ഏതാ, സ്വിഗ്ഗി, സൊമാറ്റോ, സ്വിഗ്ഗി. പാലെവിടെ നിന്ന് വരുന്നു? മിൽമ കവർ. അവരതാണ് കാണുന്നത്. അപ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ ഓണം വരുമ്പോൾ, പണ്ട് ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. കുറേ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് സന്തോഷം കുറഞ്ഞു. വീട്ടിൽ ജോലിക്കാരുമില്ല, തന്നെത്താനെ ചെയ്യണം. അപ്പോൾ ഭയങ്കര വിഷമം. എങ്ങനെയാണ്? ഇപ്പോൾ ആ പ്രശ്നമേ ഇല്ല. എവിടെയെങ്കിലും ഫോൺ ഇല വരെ കൊണ്ടുവന്ന് സകല ഓണസദ്യയും കൊണ്ടുവന്നെത്തിക്കും. ഒരു വിധത്തിൽ നല്ലതെന്ന്, ഞാൻ അത് മോശം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഓണസദ്യ ഇല്ലാതിരിക്കേണ്ട അങ്ങനെ ഒരു ഇതുള്ളത് ഒരു സൗകര്യം തന്നെയാണ്. വെച്ചാൽ മാറുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ ചിന്താഗതി മാറ്റേണ്ടി വരും. അതിപ്പോൾ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ കൊണ്ടു തരികയാണെങ്കിൽ അങ്ങനെയെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ശുദ്ധമായ ആഹാരം, ശുദ്ധമായ രീതിയിൽ വൃത്തിയായിട്ട്, മനസ്സിന് ഒരു ആശങ്കയില്ലാതെ കഴിക്കാനുള്ളൊരു ജീവിത രീതി നിങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും ലഭ്യമാവുന്നുണ്ട്. അതിൽ പലർക്കും വളരെ നല്ല അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം തമ്പുരാട്ടി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സത്യം പറയുകയാണെങ്കിൽ അല്ല, അങ്ങനെ മുഴുവനും അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. ഈ പറയുന്ന പോലെ മുഴുവനും നമുക്ക് ആ രീതിയിൽ മുഴുവൻ കഴിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഗസ്റ്റുകൾ വരും, വിസിറ്റേഴ്സ് വരും, സ്റ്റാഫുണ്ട്, അവരെല്ലാവരും ഇത് കഴിക്കണം വെച്ചാൽ ആരും ജോലിക്ക് നിൽക്കില്ല, അവർ പോവും. അപ്പോൾ അത് നിവൃത്തിയില്ല. അപ്പോൾ ഒരു പരിധി വരെ ലൈഫ് തന്നെ ഒരു കോംപ്രമൈസ് ആണല്ലോ, ഒരു ഒത്തുതീർപ്പാണല്ലോ ജീവിതം. എല്ലാം 100% പെർഫെക്ഷൻ നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഏതായാലും വളരെ നല്ല രീതി തന്നെയാണിത് മുമ്പോട്ട് പോയി കൂടുതലും സ്ഥലങ്ങളിൽ എത്തിക്കുക. ഏറ്റവും വലിയ അനുഗ്രഹം ഈ സിസ്റ്റത്തിൽ നിന്നുള്ളത് അസുഖത്തിനെ പടിവാതിലിൻ്റെ വെളിയിൽ നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ചികിത്സിക്കുകയല്ല, ചികിത്സിക്കാനുള്ള ആവശ്യം വരാതിരിക്കുക, അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു ഗുണം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നിങ്ങളുടെ ഈ സംരംഭത്തിനും ഇന്നത്തെ സെമിനാറിനും ഒക്കെ. അതിൽ നിന്ന് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടാകട്ടെ. നമ്മുടെ ജേക്കബ് ഇതിനങ്ങ് തുനിഞ്ഞ് നിൽക്കുകയാണ്. 100% അതിൻ്റെ ഒരു ആളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും, അദ്ദേഹം മാത്രമല്ല, ഒരാളെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു തലപ്പലത്തെ ഒരാൾ വേണമല്ലോ. അദ്ദേഹം കൂടെയുള്ള എല്ലാവരും വളരെ അധികം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, അവർ ശ്രമിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. സന്തോഷത്തോടുകൂടി ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.